ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധം. മരിക്കുന്നതിന് മുൻപ് മകൻ വിളിച്ച് കരഞ്ഞു. മകന്റെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് കുടുംബം. 2024 ഫെബ്രുവരി 12 മരിച്ച കരിപ്പൂർ വിമാനത്താവളത്തിലെ ജീവനക്കാരൻ സുരാജിന്റെ മാതാപിതാക്കളായ സുഗതകുമാരിയും ജയരാജുമാണ് ഇപ്പോൾ ആരോപണവുമായി എത്തിയിരിക്കുന്നത്. മകന്റെ ഭാര്യയായ കന്യാകുമാരിക്കടുത്തുള്ള മഞ്ചാലമൂട്ടിലെ യുവതിക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. 2022 സെപ്റ്റംബർ 12-നായിരുന്നു തിരുവനന്തപുരം വണ്ടിത്തടത്തെ JS നിവാസിൽ സുരാജിന്റെയും യുവതിയുടെയും വിവാഹം. വൈകാതെ ഇരുവർ തമ്മിൽ അസാരസ്യം പ്രകടമാക്കുകയും ചെയ്തു. യുവതിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് സുരാജ് പെൺകുട്ടിയുടെ വീട്ടുകാരോട് സൂചിപ്പിച്ചിരുന്നു. എന്നാൽ എതിർത്തു പറഞ്ഞാൽ ഗാർഹിക പീഡനത്തിന് പരാതി നൽകി ജയിലിലാക്കുമെന്നായിരുന്നു യുവതിയുടെ ഭീഷണി. വിവാഹം കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ തന്നെ സ്വത്തുക്കൾ സുരാജിന്റെ പേരിൽ നിന്നും സ്വന്തം പേരിലേക്ക് എഴുതി നൽകണമെന്ന് യുവതിയും യുവതിയുടെ കുടുംബവും ആവശ്യപ്പെട്ടു എന്ന് മാതാപിതാക്കൾ ആരോപിക്കുന്നു. വൈകാതെ സുരാജ് തിരുവനന്തപുരത്ത് നിന്നും സ്ഥലം മാറ്റം വാങ്ങി കൊച്ചിയിലേക്ക് പോയി. ഇതിനു പിന്നാലെ സുരാജിന് സ്ട്രോക്ക് ഉണ്ടെന്നും കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും യുവതി വീട്ടുകാരെ അറിയിച്ചു. ആശുപത്രിയിൽ മകനെ കാണാൻ എത്തിയപ്പോൾ സുരാജ് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് ഡോക്ടർ ചോദിച്ചു എന്ന് അവർ പറയുന്നു. ഒരു രോഗവും ഇല്ലാതിരുന്ന സുരാജ് മരുന്നൊന്നും കഴിക്കാറില്ലെന്നു പറഞ്ഞപ്പോൾ മരുന്ന് കഴിക്കാറുണ്ടെന്നായിരുന്നു യുവതി പറഞ്ഞത്. 80 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള തലച്ചോർ ചുരുങ്ങുന്ന രോഗം സുരാജിനുള്ളതായി അന്ന് ഡോക്ടർ ചൂണ്ടിക്കാട്ടി. ആശുപത്രിയിൽ നിന്നും ഫ്ളാറ്റിലേക്ക് മാറ്റിയ സുരാജിനെ പിന്നീട് തലവേദനയുണ്ടായപ്പോൾ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സുരാജിനെ കാണാൻ യുവതിയെ സമ്മതിക്കാതിരുന്നപ്പോൾ ആശുപത്രിക്കാരോടും ബഹളമുണ്ടാക്കിയെന്നും മാതാപിതാക്കൾ പറയുന്നു. എംഫാം യോഗ്യതയുള്ള മരുന്നുകളെക്കുറിച്ച് അറിയുന്നവളായ യുവതി തന്റെ മകന് ആവശ്യമില്ലാത്ത മരുന്നുകൾ നൽകിയിരുന്നതായും അത് കാരണമാണ് മകൻ മരിച്ചതെന്നും മാതാപിതാക്കളുടെ ആരോപണം. സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള ശ്രമമാണെന്നും ആരോപിച്ചു. യുവതിയും കുടുംബത്തിനുമെതിരെ നടപടിയെടുക്കണമെന്നും സുരാജിന്റെ കുടുംബം ആരോപിച്ചിട്ടുണ്ട്. മൃതദേഹം ദഹിപ്പിച്ചതിനാൽ എങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം നടത്തി അന്വേഷണം നടത്തുക എന്നാണ് കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലെ പരാതിപ്പെട്ടപ്പോൾ കിട്ടിയ മറുപടി എന്നാണ് കുടുംബം പറയുന്നത്. സംഭവത്തിൽ മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, പോലീസ് സൂപ്രണ്ട് എന്നിവർക്കെങ്കിലും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്നാണ് കുടുംബം പറയുന്നത്. പത്രസമ്മേളനത്തിൽ അഡ്വക്കേറ്റ് VP അഷിൽ, കുടുംബ സുഹൃത്തായ BJ ജ്യോതിഷ് എന്നിവരും പങ്കെടുത്തു.